ഈ വൈറൽ സ്കിൻ ടിൻറ്റ് ശരിക്കും അത്ര അടിപൊളിയാണോ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് ലോറിയൽ ഇൻഫാലിബിൾ 24 hour tinted serum. ഇന്ന് ഞാൻ എൻ്റെ സ്കിന്നിൽ ഒരു രീതിയിൽ പ്രൈമർ അപ്ലൈ ചെയ്തില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ വിൽ ഡയറക്ട്ലി ഗോ വിത്ത് ദിസ് വൺ. ഇത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഡ്രോപ്പർ ബോട്ടിലാണ് വരുന്നത്. സോ പാക്കേജിങ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഗ്ലാസ് ആണ്, പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡ്രോപ്പർ ബോട്ടിൽ ഭയങ്കര മെസ്സിയാണ്. ഷെയ്ഡ് മാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളത് സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡാണ്, ദാറ്റ് ഇസ് മീഡിയം ടാൻ. And this is considered to be the darkest of all. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷെയ്ഡും കൂടി ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് എ ലിറ്റിൽ മോർ യെല്ലോയിഷ് ഐ ഫീൽ. ഇതാണ് അതിനെക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്കർ ന്യൂട്രൽ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ പെർഫെക്റ്റ് ഷെയ്ഡ്. നല്ലൊരു അടിപൊളി മാച്ച് ആണ് എനിക്ക്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ് ഫീൽസ് റിയലി ലൈക്ക് എ സീറം. ആൻഡ് ഇതിന് ഒട്ടും തന്നെ ഒരു തിക്നെസ്സോ ഹെവിനെസ്സോ ഒന്നും തന്നെ ഇല്ല. കവറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഷിയർ ടു മീഡിയം കൈൻഡ് ഓഫ് കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളി അപ്ലൈ ആവുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 2 to 3 drops ഒരു ഷിയർ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദി ഫൈനൽ ഔട്ട്കം. കുറച്ചൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം നമുക്ക് എത്ര കവറേജ് കിട്ടും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രോപ്പ് കൂടെ എടുക്കാൻ പോവാണ്, ജസ്റ്റ് 1 single drop. ആൻഡ് അത് ഞാൻ എടുത്തിട്ട് അണ്ടർ ഐസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പിന്നെ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. അറൗണ്ട് ദി മൗത്ത് ഏരിയയിലും, ബിക്കോസ് അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ പിഗ്മെന്റേഷൻ ഉള്ളത്. സോ ആ ഒരു ഏരിയ കവർ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ലോങ് വെയറിങ് എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ടുഡേ ഐ ആം ഗോയിങ് ടു ഹാവ് എ ലോങ് ഡേ. സോ ലെറ്റ് സീ ഹൗ ലോങ് ഇറ്റ് സ്റ്റേസ്. ഉണ്ടായിരുന്ന ഡാർക്ക് സർക്കിൾസിന് ഇത് കുറച്ചൊന്ന് മറച്ചിട്ടുണ്ട്. ഇത് സെൽഫ് സെറ്റിംഗ് ആണെന്നാണ് പലരും ക്ലെയിം ചെയ്തിട്ടുള്ളത്. ബട്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല, ബിക്കോസ് ഐ എം ഗോയിങ് ഔട്ട്. സോ ഞാൻ ഈ അണ്ടർ ഐസിലും ഈ ഒരു ഏരിയയിലും മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഐ എം ബാക്ക് ആഫ്റ്റർ ഡൂയിങ് ദി റെസ്റ്റ് ഓഫ് ദി മേക്കപ്പ്. അണ്ടർ ഐസ് ഒന്ന് ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തു, കുറച്ച് പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്തു, ആൻഡ് ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക് ഇട്ടു. ഫസ്റ്റ് ഇംപ്രഷൻ പോലെ പറയുകയാണെങ്കിൽ ഐ റിയലി ലൈക്ക് ദി കൺസിസ്റ്റൻസി ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സീറം ലൈക്ക് ടെക്സ്ചർ തന്നെയാണ്. സോ എവറി ഡേ യൂസിനൊക്കെ കുറച്ച് ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഷിയർ ടു മീഡിയം കവറേജ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ സ്കിന്നിൽ ഇത് കുറച്ചൊരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ഫിനിഷ്. ഇറ്റ്സ് നോട്ട് ഡ്യൂയി, ഇറ്റ്സ് നോട്ട് മാറ്റ് എന്നുള്ള രീതിയിൽ. ലെറ്റ്സ് സീ ഹൗ ലോങ് ദിസ് വിൽ ലാസ്റ്റ്. ഞാൻ ഇനീഷ്യലി അപ്ലൈ ചെയ്തത് 11:30 AM ആൻഡ് നൗ ഇറ്റ്സ് ആഫ്റ്റർ 6 hours 6:30 PM. ഫൗണ്ടേഷൻ ഇസ് സ്റ്റിൽ ഇൻടാക്ട്. ആൻഡ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, ബാംഗ്ലൂരിലെ വെദർ വാസ് പ്രിറ്റി ഗുഡ്. ഓക്കെ, but still it is on point. And after 12 hours 11:30 PM എടുത്ത ഷോട്ടാണിത്. ഫൗണ്ടേഷൻ മൂവ് ചെയ്തിട്ടില്ല, ക്രീസ് ചെയ്തിട്ടില്ല, ബഡ്ജ് ചെയ്തിട്ടില്ല. മൈ മേക്കപ്പ് സ്റ്റിൽ ലുക്സ് ഫ്രഷ്. ഐ വാസ് ഷോക്ക്ഡ്. ദിസ് ഇസ് എ സൂപ്പർ പ്രോഡക്റ്റ്.